നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഈ മാസം 15 വരെ അറസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും താൻ തെറ്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ ജാമ്യാപേക്ഷയിൽ വാദിച്ചത്. എന്നാൽ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമല്ല. ഇങ്ങ് സെഷൻസ് കോടതി വലിയ പ്രാധാന്യം നൽകാത്ത കേസ് ഹൈക്കോടതിയിൽ വരുമ്പോൾ വലിയ പ്രാധാന്യത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് തടയാത്ത സാഹചര്യം വരികയാണ്. അതായത് അറസ്റ്റ് ചെയ്യാമെന്നൊരു സാഹചര്യം വരികയാണ്. എന്നാൽ ഇങ്ങ് സെഷൻസ് കോടതി വലിയ കാര്യമായി എടുത്ത ഒരു കേസ് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ അറസ്റ്റ് ചെയ്യാം എന്നുള്ള വാദത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോഴും അത്തരമൊരു കീഴ്വഴക്കം ഉണ്ടാകുന്നില്ല. ഒരു കേസ് ജാമ്യാപേക്ഷയിൽ മേൽ ഇത്തരമൊരു വാദം നടക്കുകയും അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറയുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴും അങ്ങനെ ചാടി ഇറങ്ങി പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ അറസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഒരു കേസല്ല, 2 കേസാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത്. അതിൽ ആദ്യത്തത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായതിനാൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന്, നിലവിൽ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ കേസ് അങ്ങനെയല്ല. 23 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്. 2 വർഷം മുൻപേ നടന്ന ഒരു ബലാത്സംഗമാണെന്നാണ് പറയുന്നത്. അത് ഇവിടെ നമുക്ക് ഒരു 2 വർഷം മുൻപ് അല്ലെങ്കിൽ കാലതാമസം ഒന്നും തന്നെ നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയില്ല. അത് നമുക്ക് കാലതാമസത്തിനെ കുറിച്ച് ഇവിടെ യാതൊരുവിധ പ്രസക്തിയുമില്ല. കാലതാമസം ഉണ്ടായിക്കോട്ടെ, ഉണ്ടാകാതിരുന്നോട്ടെ, തെറ്റ് എപ്പോഴായിരുന്നാലും തെറ്റ് തന്നെയാണെന്നാണ് കോടതി പറയുന്നത്. മാത്രമല്ല പരാതിക്കാരുടെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ 0 FIR ഇടാമല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസാണ് ഹൈക്കോടതി വളരെ പ്രാധാന്യത്തോടു കൂടി ഹൈക്കോടതി കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു സംഭവം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന യുവതി, രണ്ടാമത് കൊടുത്തിട്ടുള്ള ബാംഗ്ലൂരിലുള്ള 23 വയസ്സുകാരിയായ യുവതി മൊഴി നൽകാൻ തയ്യാറാകാത്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ചെറിയൊരു ആശ്വാസമെങ്കിലും ഈ ഒരു കേസിലുള്ളത്. അതായത് മൊഴി നൽകാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് യുവതി നൽകിയ ഉത്തരം തനിക്ക് ഭയമാണ്, തന്റെ ഐഡന്റിറ്റിയും പുറത്തു വരുമോ എന്ന് തനിക്ക് ഭയമാണ്. ഇപ്പോൾ ആദ്യമുള്ളതുപോലെയുള്ള അതിജീവിതയുടെ ഫോട്ടോയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ആക്ഷേപത്തോടു കൂടി വന്നതാണ്. അതുപോലെ തന്റെ ദൃശ്യവും അത്തരത്തിൽ വരുമോ, സമൂഹ മാധ്യമങ്ങൾ തനിക്ക് നേരെ സൈബർ അറ്റാക്ക് ഉണ്ടാകുമോ, തന്റെ ഫോട്ടോയും തന്റെ പ്രൈവസി അത് ബാധിക്കുമോ, തന്റെ ഐഡന്റിറ്റിയും അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് മൊഴി നൽകാൻ തയ്യാറല്ല. എന്നാൽ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ പറയുന്ന 23 വയസ്സുള്ള യുവതി പറയുന്നത്. അപ്പോൾ SITക്ക് അവിടെയാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മൊഴി ലഭിച്ചാൽ മാത്രമേ കൂടുതൽ നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ മൊഴി നൽകാനായി തയ്യാറാകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രാഹുൽ ഈശ്വറും സന്ദീപ് ജി വാര്യറും അടക്കമുള്ളവർ നിരവധി ആളുകൾ ഈ പറയുന്ന യുവതിയുടെ പേര് പറയുകയും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെയൊക്കെ കേസെടുത്തിരിക്കുന്നത്. അതേപോലെ തനിക്കും വേട്ടയാടപ്പെടേണ്ടി വരുമെന്ന ഭയം കൊണ്ടാണ് താൻ മൊഴി നൽകാത്തത് എന്നാണ് യുവതി പറയുന്നത്. മൊഴി കൃത്യമായി ലഭിച്ചാൽ മാത്രമേ അത്തരത്തിലൊരു നീക്കം നടക്കുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും മൊഴി ലഭിക്കാത്തിടത്തോളം കാലം കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു കേസിൽ സേഫ് സോൺ ആണ്. പക്ഷേ ഹൈക്കോടതി വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഒരു കേസ് കാണുന്നതെന്നും വ്യക്തമാവുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അറസ്റ്റ് ഇല്ല എന്ന് പറയുന്നു. എന്തായാലും 11-ാം തീയതി 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പരസ്യ പ്രചാരണത്തിനൊന്നും ഇറങ്ങാൻ തൽക്കാലത്തിൽ കഴിയില്ല. നേരത്തെ അറസ്റ്റ് എന്ന ഒരു വാർത്ത വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ അറസ്റ്റ് ഇല്ല, പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമായിരുന്നു. എന്നാൽ അത്തരത്തിൽ സംഭവിക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഒരു കേസിൽ ഈ അതിജീവത എന്ന രണ്ടാമത്തെ അതിജീവത മൊഴി നൽകാത്ത സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി SITയുടെ നീക്കമെന്ന് കണ്ടറിയണം. SIT പരമാവധി ഈ പെൺകുട്ടിയെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് മൊഴി നൽകാൻ തന്നെയാണ് നീങ്ങുന്നത് എന്നാണ് വ്യക്തമാകുന്നത്.